ഇവിടെ ഇരിക്കുക. ഇത് എൻ്റെ അനുജൻ ആപ്പി, ഇവന് വേണ്ടിയാണ് പെണ്ണ് നോക്കുന്നത്. ഇത് അവൻ്റെ അനുജ ഷെയ്ല്. ഇതാ ചെക്കല്ലേ? മൂപ്പരെന്താ ചെയ്യുന്നത്? ഇവൻ ദുബായിൽ കാരി ഫോർ ഹൈപ്പർ മാർക്കറ്റിൽ ജോലി എടുക്കുന്നു. ഓ, കാരി ഫോറിലല്ലേ? അവിടെ എന്താണ് ജോലി? ഞാനവിടെ ട്രോളി ബോയ്ക്ക് വർക്ക് ചെയ്യുന്നു. ഓ, ട്രോളി ബോയ് അല്ലേ? ഓക്കെ. അനിയൻ മൂപ്പരെന്താ ചെയ്യുന്നത്? അനിമൂപ്പറ കാര്യമൊന്നും പറയാത്തതല്ലേ. ചെറിയൊരു പ്രശ്നത്തിൽപ്പെട്ടിട്ട് ജയിലിലാണ്. ഇപ്പോൾ പരോളിൽ ഇറങ്ങിയതാണ്. ജയിലില്ല? എന്തേലും കേസ്? അതൊരു ചെറിയ അടിപിടി കേസായിരുന്നു. പക്ഷേ ശിക്ഷിച്ചു 7 കൊല്ലത്തേക്ക്. ഇപ്പോൾ 1 കൊല്ലമായിട്ട് പരോൾ കിട്ടിയതാണ്. ഇനി 6 കൊല്ലം ബാക്കിയുണ്ട്. ഇവൻ്റെ ഈ ഒരു പ്രശ്നം കൊണ്ട് ഈ ബന്ധങ്ങൾ വേണ്ടാന്ന് നോക്കരുതേ. ഒരു മിനിറ്റ്. എനിക്കെന്നെ വെറുതെ ഇവൻ്റെ ജയിലുകാരെല്ലാം പറഞ്ഞേ. അതെന്തായാലും പറയേണ്ട കാര്യമല്ലേ? എന്തായാലും അവരറിയില്ല ഈ കാര്യങ്ങളിലും. എന്തിനീ? നിങ്ങൾക്ക് ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അതായത് നമ്മളെ പെങ്ങളായിട്ടുള്ള കല്യാണം നിങ്ങളെ ജയിലിലുള്ള അനിയൻ മൂപ്പരായിട്ട് ആക്കിയല്ലോ. ഇവന് പറ്റിയ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ റെഡിയാണ്. ദുബൈയിലെ ജോലിയൊന്നും ഇപ്പം വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. ജയിലിലാകുമ്പോൾ ഇപ്പോൾ സേഫാ. മൂപ്പർക്ക് എന്തോ 6 കൊല്ലം ശിക്ഷ ബാക്കിയില്ലേ? ഇപ്പോൾ റൂമും ഫുഡും കഴിച്ചിട്ട് 650 രൂപ ഡെയിലി കിട്ടുന്നുണ്ട് പോലും. അതുമാത്രമല്ല ആവശ്യത്തിന് പരോളുണ്ട്. പിന്നെന്താ, മൂപ്പരെന്നെ മതി നമുക്ക് പിയാ പ്ലേറ്റ്. എന്നാൽ പിന്നെ ഫിക്സ് ആക്കാം. നിങ്ങൾ കുട്ടീനെ വിളിച്ചോ, നമുക്ക് കണ്ടോട്ട് ഇപ്പം തന്നെ. എന്നാൽ ഞാൻ കുട്ടീനെ വിളിക്കാം. തൽക്കാലം പോകേണ്ട കാര്യങ്ങൾ നടക്കട്ടെ. എൻ്റെ കാര്യം നമുക്ക് പിന്നെയും നോക്കാമല്ലോ. ഇപ്പം ജയിലിലുള്ളവർക്ക് പോലെ ഡിമാൻഡ്